നമ്മുടെ ഇവിടുത്തെ കോഴികൾക്കൊക്കെ ഞാൻ കൊടുക്കുന്ന തീറ്റയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് നമ്മുടെ മുട്ട പില്ലറ്റ് എന്നൊക്കെ പറയും, ലെയർ പില്ലറ്റ് എന്നൊക്കെ പറയും, അത് എടുത്തിട്ടുണ്ട്. അതുപോലെ അരിത്തവിട് എടുത്തിട്ടുണ്ട്. അരിത്തവിടിന് വിലക്കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിത്തവിടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 20-22 രൂപയൊക്കെ അതിന് വില വരുന്നത്. പിന്നെ നമ്മൾ ഗോതമ്പ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും കൂടി എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ തലേദിവസത്തെ ചോറ് ബാക്കി വന്നതോ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു 2 തവണ കൈക്കെടുക്കുന്ന അളവിൽ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നീട് നമ്മൾ ചെയ്യുന്നത് തലേ ദിവസം എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുകിയ കഞ്ഞിവെള്ളമാണ്, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു സാധനം ഇട്ടിട്ടുണ്ട്, അതായത് മുട്ട തോട് പൊടിച്ചതാണ്. അത് നമ്മളിവിടെ തന്നെ എടുക്കുന്ന മുട്ടയുടെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ മുട്ടത്തോടൊരു കവറിൽ എടുത്ത് വെച്ചിരുന്നാൽ അത് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയിരുന്നോളും. അത് നമുക്ക് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ് മുട്ടത്തോട് നമ്മൾ കാൽസ്യത്തിനായിട്ടൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചേക്കാണ്, അതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടില്ല എങ്കിൽ എന്ന് വെച്ചാൽ നനവ് നല്ല രീതിയിലായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി വയ്ക്കുക. ഇച്ചിരി വെള്ളം നമ്മൾ കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, തവിടൊക്കെ ഉള്ളത് കൊണ്ട് അത് കറക്റ്റ് ആയിക്കോളും. ചെറിയ നനവ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മളത് കോഴികൾക്ക് സാധാരണ കൊടുക്കുന്ന ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക. നമുക്കിവിടെ ഇങ്ങനെ പൈപ്പ് മുറിച്ചതിൻ്റെ ഉണ്ട് തീറ്റയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ നനഞ്ഞ തീറ്റയൊന്നും, നനവ് വരുന്ന തീറ്റയൊന്നും ഇട്ട് കൊടുക്കാറില്ല അതിനകത്ത്. നനച്ചെടുക്കുന്ന തീറ്റകളൊക്കെ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു നേരത്തേക്ക് കൂടുതൽ തന്നെ കഴിക്കാൻ ഈ തീറ്റ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു പൂവൻ കോഴിയും ബാക്കി 7 പിടക്കോഴികളുമാണ് ഉള്ളത്. അതിൽ 2 BB380 കോഴിയും ഒരു ഗ്രാമലക്ഷ്മി കോഴിയും പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ കോഴികളുടെ തന്നെ മുട്ട വെച്ച് വിരിയിച്ചിട്ടുള്ള കോഴികൾ, അതായത് കൈരളി കോഴിയുടെ മുട്ടയൊക്കെ വെച്ചിട്ട് വിരിയിച്ചിട്ടുള്ള കോഴിയുണ്ട്, പിന്നെ നാടൻ കോഴിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്കിപ്പോൾ കോഴികളൊക്കെ കുറവാണ്, കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ സെയിലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇത്ര കോഴികളേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഉള്ള കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടുന്നുണ്ട്. പിന്നെ ഈ കൂടുതൽ കോഴികളെയും വളർത്തുന്നവരൊക്കെ പറയാണ്ട് 15-20 ഒക്കെ വളർത്തുന്നവരൊക്കെ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ മുട്ടയുടെ എണ്ണം കുറവും കോഴികളുടെ എണ്ണത്തിനനുസരിച്ച് മുട്ട കിട്ടുന്നില്ല എന്നൊക്കെ. അത് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള രീതിയിലൊക്കെ തീറ്റ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട കിട്ടും, മുട്ട ഉൽപ്പാദനം നല്ല രീതിയിലുണ്ടാവും. പിന്നെ നമുക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാം ഉച്ച സമയത്തൊക്കെ. പിന്നെ ഞാനിവിടെ 1 മണിക്കൂറൊക്കെ പുറത്ത് തുറന്നൊക്കെ വിടാറുണ്ട്. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അത് കണക്കാക്കിയിട്ട് 1 മണിക്കൂർ വൈകുന്നേരമൊക്കെ ഒന്ന് തുറന്ന് വിടുക, അത് നല്ലതാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല കൂട്ടിൽ തന്നെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ഇതുപോലുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇലവർഗ്ഗങ്ങൾ, ചേമ്പിൻ്റെ ഇല, അതുപോലെ വാഴപ്പിണ്ടി, അങ്ങനെയുള്ള എല്ലാം, കപ്പയില എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. പുറത്തിറക്കി വിടുന്നെങ്കിൽ നമുക്കിതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോഴി വളർത്തൽ അത്യാവശ്യമാണ്. നമുക്ക് ഈ കോഴികളുടെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് തരുന്ന മുട്ട നമ്മുടെ ഉപയോഗത്തിന് എടുത്താലും നമ്മൾ കളയുന്നതാണ് മുട്ടത്തോട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ പൊടിച്ച് കോഴിയൊക്കെ തന്നെ കൊടുക്കുന്നത് നല്ലൊരു കാര്യം കൂടിയാണ്. അതുപോലെ നമുക്ക് ലിക്വിഡ് പൗഡറൊന്നും മേടിക്കുന്നതിനൊന്നും, കാൽസ്യം പൗഡറിനൊന്നും നമുക്ക് പൈസ ആവുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് തന്നെ നമുക്ക് നല്ലൊരു ലാഭം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടുന്നതാണ്. വേറെ ഒരു കോഴി വളർത്തൽ നമുക്ക് ഒരു പ്രശ്നവും വരുന്നതല്ല, അധിക ചിലവുകളും വരുന്നില്ല. പിന്നെ നമ്മൾ കൂടിനകത്ത് തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിനകത്ത് തന്നെയാണ് കോഴി മുട്ടയിടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതുമാണ്, വേറെ എങ്ങും മാറിയൊന്നും പോയിടാറൊന്നുമില്ല. കൂടിനകത്ത് തന്നെ കയറി തുറന്ന് വിട്ടാലും കൂടിനകത്ത് തന്നെ വന്നിടാറുണ്ട്. പിന്നെ നമ്മൾ കോഴി കുടിച്ചതിൻ്റെയൊക്കെ ബാക്കി വെള്ളം ഇങ്ങനെ ബാലൻസൊക്കെ നമ്മളിങ്ങനെ ഒഴിക്കുന്നുണ്ട് കൃഷിക്കൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ വെള്ളമെല്ലാം പാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു ടയറിനുള്ളിലാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്, തട്ടിക്കളയാതിരിക്കാൻ. പിന്നെ നമുക്കിവിടെ കിട്ടിയ മുട്ടകളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്.